ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ക്യൂവിംഗ് മോഡലിനെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ക്യൂവിംഗ് മോഡലിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് കാണുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ വലിയ വലിയ ക്യൂകൾ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇത് ക്യൂ എന്ന് പറയുന്നത് ഒരു വിദേശ രാജ്യത്ത് വളരെ ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യൂ ആണ് നമ്മൾ കാണുന്നത്. ഈ നമ്മുടെ രാജ്യത്ത് നമ്മൾ ആൾക്കാർ നിൽക്കുന്ന ഒരു ഡീസൻസി ഇങ്ങനെ ആയിരിക്കാൻ സാധ്യതയാണ് കൂടുതലുള്ളത്. വളരെ ഡീസൻ്റ് ആയിട്ട് ക്യൂവിൽ നിൽക്കാനുള്ളൊരു ശേഷി ആകെ നമ്മുടെ കേരളത്തിൽ കാണിക്കുന്നത് ബിവറേജിന്റെ മുമ്പിലാണ്. ഏറ്റവും വളരെ ഭംഗിയായിട്ട് ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നത്. സോ ഈ രീതിയിൽ ക്യൂവിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മൾ ക്യൂ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ക്യൂ ആണെന്ന് മാത്രം വിചാരിക്കരുത്. ചിലപ്പോൾ വണ്ടികളായിരിക്കാം ക്യൂവിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്യുപ്മെന്റുകളായിരിക്കാം ക്യൂവിൽ നിൽക്കുന്നത്. അങ്ങനെ ഏത് തരം ക്യൂവിനെയും നമ്മൾ ഈ ക്യൂവിംഗ് മോഡലിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, so queuing model, waiting in queues, waiting lines is one of the most common occurrences in everyone's life. നമ്മുടെ ലൈഫിലെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ക്യൂവില് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ ഒരു യൂണിയൻ ബാങ്കിന്റെ ATM കൗണ്ടറിന്റെ മുമ്പിൽ നിൽക്കുന്ന ക്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, സോ പ്രൊവൈഡിങ് ക്വിക്ക് സർവീസ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. നമ്മൾ ഒരു ക്യൂവിന്റെ നീളം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്നാലാണ് ക്വാളിറ്റി കസ്റ്റമർ സർവീസ് നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ക്വാളിറ്റി കസ്റ്റമർ സർവീസ് കൊടുക്കണമെങ്കിൽ ക്വിക്ക് സർവീസ് കൊടുക്കണം. ക്യൂവിൽ നിൽക്കുന്ന എവിടെയാണോ, ഇപ്പോൾ ATM കൗണ്ടറിലാണ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ATM കൗണ്ടറിലെ സർവീസ് വളരെ ക്വിക്ക് ആണെങ്കിൽ ക്യൂവിന്റെ നീളം കുറയ്ക്കാൻ പറ്റും. ആൾക്കാർ പെട്ടെന്ന് സർവീസ് കിട്ടിപ്പോവും. സോ ക്വാളിറ്റി കസ്റ്റമർ സർവീസ് കിട്ടണമെങ്കിൽ ക്വിക്ക് സർവീസ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. ക്വിക്ക് സർവീസ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്യൂവിന്റെ നീളം കൂടുകയും ആൾക്കാർക്ക് ബോറടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വെയിറ്റിംഗ് ടൈം ആൻഡ് സർവീസ് കപ്പാസിറ്റി ആർ നെഗറ്റീവ്ലി കോറിലേറ്റഡ്. നമുക്കറിയാം വെയിറ്റിംഗ് ടൈം ആൻഡ് സർവീസ് കപ്പാസിറ്റി, അതായത് സർവീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി, കൗണ്ടറിൽ സർവീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റിയാണ് സർവീസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതും വെയിറ്റിംഗ് ടൈമും നെഗറ്റീവ്ലി കോറിലേറ്റഡ് എന്നാണ് പറയുന്നത്. അതായത് സർവീസ് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ വെയിറ്റിംഗ് ടൈം കുറയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമെങ്കിൽ നമ്മളൊരു ഒരു മാളിൽ ചെന്നിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കുന്ന കുട്ടി വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റിംഗ് ടൈം കുറയും. അപ്പോൾ സർവീസ് കപ്പാസിറ്റി, ആ ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുന്ന കുട്ടിയുടെ സർവീസ് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ നമ്മുടെ വെയിറ്റിംഗ് ടൈം കുറയും. ഇനി ആ കുട്ടിയുടെ സർവീസ് കപ്പാസിറ്റി വളരെ കുറവാണെന്ന് വിചാരിക്കുക, വളരെ പതുക്കെയാണ് ബില്ലടിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെയിറ്റിംഗ് ടൈം കൂടും. അതാണ് പറഞ്ഞു വന്നത്. വെയിറ്റിംഗ് ടൈമും സർവീസ് കപ്പാസിറ്റിയും നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. ക്യൂവിംഗ് അനാലിസിസ് ഈസ് നമ്മളിവിടെ ക്യൂവിംഗ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്യൂവിനെ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ക്യൂവിനെ യഥാർത്ഥമായിട്ട് കീറി മുറിച്ച് പഠിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ക്യൂവിംഗ് അനാലിസിസ് ഇസ് ദ പ്രോബബിലിസ്റ്റിക് അനാലിസിസ് ഓഫ് വെയിറ്റിംഗ് ലൈൻസ്. ഈ വെയിറ്റിംഗ് ലൈനിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇവിടുത്തെ ഈ വെയിറ്റിംഗ് ലൈനിലെ പ്രോബബിലിറ്റിയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു 10 പേര് വെയിറ്റിംഗ് ലൈനിൽ നിൽക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, 5 പേര് വെയിറ്റിംഗ് ലൈനിൽ നിൽക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, ആവറേജ് വെയിറ്റിംഗ് ലെങ്ത് എത്രയാണ്, ഇതൊക്കെയാണ് നമ്മൾ ക്യൂവിംഗ് അനാലിസിസിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക് എലിമെന്റ്സ് ഓഫ് വെയിറ്റിംഗ് ലൈൻ അനാലിസിസ്. ഒരു വെയിറ്റിംഗ് ലൈൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട ചില ബേസിക് എലിമെന്റുകൾ ഉണ്ട്. ആ ബേസിക് എലിമെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. ക്യൂ ഡിസിപ്ലിൻ എന്താണെന്നുള്ളതാണ്. എന്താണ് ക്യൂ ഡിസിപ്ലിൻ? ക്യൂ ഡിസിപ്ലിൻ ഇസ് ദ ഓർഡർ ഇൻ വിച്ച് വെയിറ്റിംഗ് കസ്റ്റമേഴ്സ് ആർ സെർവ്ഡ്. നോക്കൂ, വെയിറ്റിംഗിൽ നിൽക്കുന്ന കസ്റ്റമേഴ്സ് സെർവ് ചെയ്യപ്പെടണമല്ലോ. അവർക്ക് സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത്. അവർ ഏത് ഓർഡറിലാണ് സർവീസ് കിട്ടുന്നത് അതിനെയാണ് ക്യൂ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മളൊക്കെ കാണുന്ന ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് കസ്റ്റമർ ഫസ്റ്റ് സെർവ് എന്നുള്ളതാണ്. ഫസ്റ്റ് ആരാണോ ക്യൂവിൽ വന്നിരിക്കുന്നത് അവനാണ് ആദ്യം സർവീസ് കിട്ടുക. ആ ഒരു ഡിസിപ്ലിനെയാണ് നമ്മൾ ഫസ്റ്റ് കസ്റ്റമർ ഫസ്റ്റ് സെർവ് എന്ന് പറയുന്നത്. എന്നാൽ ചില ക്യൂകളിലൊക്കെ, പ്രത്യേകിച്ച് മെഷീനിലൊക്കെ ഉണ്ടാവുന്ന ക്യൂവിലൊക്കെ ലാസ്റ്റ് കസ്റ്റമർ ഫസ്റ്റ് സെർവ് എന്ന് പറയുന്ന ഓർഡർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രിന്ററിൽ നമ്മളൊരു 5 ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു വിചാരിക്കുക. ഈ 5 ഡോക്യുമെന്റും ക്യൂവിലായിരിക്കും നിൽക്കുന്നത്. ആ പ്രിന്ററിന്റെ പ്രത്യേകത അനുസരിച്ച് ലാസ്റ്റ് വന്ന ഡോക്യുമെന്റ് ആയിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് പ്രിന്റ് ഔട്ട് എടുക്കുക. അങ്ങനെ ചില പ്രിന്ററുകൾ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് ലാസ്റ്റ് കസ്റ്റമർ ഫസ്റ്റ് സെർവ് എന്ന് പറയുന്ന ഓർഡറാണ് അവിടെ ഉപയോഗിക്കുന്നത്. ചില ക്യൂകളിലൊക്കെ നമ്മൾ പ്രയോറിറ്റി ബേസിസിൽ നമ്മൾ എന്ത് കൊടുക്കും, സർവീസ് കൊടുക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വോട്ട് ചെയ്യാൻ പോയി എന്ന് വിചാരിക്കുക. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ബൂത്തിൽ ഒരു വലിയൊരു ക്യൂ കാണാൻ പറ്റും. അവിടെ ഫസ്റ്റ് ആരാണോ വന്നത് അയാൾക്കാണ് സർവ് കിട്ടുക, അല്ലെ? അയാൾക്കാണ് ആദ്യം സർവീസ് കിട്ടുക.
ഫസ്റ്റ് കസ്റ്റമർ ഫസ്റ്റ് സർവ് ആണ് സാധാരണഗതിയിൽ. പക്ഷെ ആ ക്യൂവിൽ ഒരു വയസ്സായ ഒരു സ്ത്രീ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു 80 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ത്രീക്ക് പ്രയോറിറ്റി കൊടുക്കും. അപ്പൊ അവിടെ ക്യൂവിൽ ആദ്യം വന്ന ആൾക്കായിരിക്കില്ല സർവീസ് കൊടുക്കുന്നത്. ഈ വയസ്സായ സ്ത്രീക്ക് അല്ലെങ്കിൽ വയസ്സായ പുരുഷനോ നമ്മൾ ആദ്യം സർവീസ് കൊടുക്കും. ദാറ്റ് ഈസ് കോൾഡ് പ്രയോറിറ്റി ബേസിസ് സർവീസ്. അല്ലെങ്കിൽ റാൻഡം ബേസിസിലും സർവീസ് കൊടുക്കുന്ന ചില മെഷീൻസുകളൊക്കെ ഉണ്ട്. പ്രിന്റിംഗ് മെഷീൻസ് റാൻഡം ബേസിസിലായിരിക്കും. 5 ഡോക്യുമെന്റ് നമ്മൾ പ്രിന്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വന്ന ഡോക്യുമെന്റ് ആയിരിക്കില്ല പ്രിന്റ് എടുക്കുക, അല്ലെങ്കിൽ അവസാനം വന്ന ഡോക്യുമെന്റ് ആയിരിക്കില്ല പ്രിന്റ് എടുക്കുക. റാൻഡംലി ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യും. അങ്ങനെയും ക്യൂ ഡിസിപ്ലിൻ കാണാവുന്നതാണ്. സോ ഏത് ഓർഡറിലാണോ കസ്റ്റമറിന് സർവീസ് കിട്ടുന്നത് അതിനെയാണ് ക്യൂ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലിമിറ്റ് കോളിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് കോളിംഗ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. ഒരു ക്യൂവിൽ നിൽക്കാൻ സാധ്യതയുള്ള, വരാൻ സാധ്യതയുള്ള ആൾക്കാരുടെ എണ്ണത്തെയാണ്, ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു ക്യൂവിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാരുടെ എണ്ണത്തെയാണ് കോളിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ ലുലു മാളിൽ ഒരു കൗണ്ടറിൽ എത്ര പേരാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. എത്ര പേരോളം വരാം? അവിടെ 1000 പേര് വരാം ചിലപ്പോൾ ക്യൂവില്, ചിലപ്പോൾ 2000 പേര് വരാം, 3000 പേര് വരാം, ചിലപ്പോൾ സീസൺ ആണെങ്കിൽ ചിലപ്പോൾ 5000 പേരോളം കൗണ്ടറുകളിൽ ക്യൂവില് വന്നേക്കാം. ഈ എത്ര പേര് വരാൻ സാധ്യതയുണ്ട് അതിനെയാണ് കോളിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ കോളിംഗ് പോപ്പുലേഷൻ 2 തരമുള്ളത്. ഇറ്റ് മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ്. ചില കോളിംഗ് പോപ്പുലേഷനുകൾ ഫൈനൈറ്റ് ആയിരിക്കും, ചില കോളിംഗ് പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആയിരിക്കും. എത്രയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എത്ര പേര് വരാൻ സാധ്യതയുണ്ട്, എത്ര പേരാണ് മാക്സിമം വരിക എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ ഇൻഫിനിറ്റ് കോളിംഗ് പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലുലു മോളിൽ ഒരു കൗണ്ടറിൽ നിൽക്കാൻ സാധ്യതയുള്ള എത്ര പേര് മാക്സിമം വരാം എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ 5000 ആവാം, ചിലപ്പോൾ 6000 ആവാം, ചിലപ്പോൾ എത്ര വേണമെങ്കിലും പോവാം. ഇപ്പോൾ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ കണ്ടമാനം ആൾക്കാരുള്ള ഒരു സിറ്റിയാണത്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ എത്ര പേര് വരാം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത്തരം കോളിംഗ് പോപ്പുലേഷൻ നമ്മൾ ഇൻഫിനിറ്റ് കോളിംഗ് പോപ്പുലേഷൻ എന്ന് പറയും. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഫൈനൈറ്റ് കോളിംഗ് പോപ്പുലേഷൻ ആണ് ഉണ്ടാവുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ 20 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു ഓർഗനൈസേഷനിൽ 20 എംപ്ലോയീസ് ഉണ്ട്. ഈ 20 എംപ്ലോയീസും എൻട്രൻസിൽ ഒരു ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്യുന്ന ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. ആ ഫിംഗർ പ്രിന്റിൽ സ്കാൻ ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ രാവിലെ. ഓക്കെ, അപ്പോ സ്വാഭാവികമായും രാവിലെ അവിടെ ഒരു ക്യൂ ഉണ്ടാവും, എംപ്ലോയീസിന്റെ ക്യൂ ഉണ്ടാവും അല്ലെ, ഇത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യൂ ഉണ്ടാവും. പക്ഷെ ആ ക്യൂവിൽ മാക്സിമം എത്ര പേരെ വരുള്ളൂ? 20 പേരെ വരുള്ളൂ, അതിൽ കൂടുതൽ വരില്ല. കാരണം ആ ഓർഗനൈസേഷനിൽ ആകെ 20 എംപ്ലോയീസേ ഉള്ളൂ. അവിടെ കോളിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ആ ക്യൂവില് മാക്സിമം എത്ര പേരെ പോവുള്ളൂ? 20 പേരെ പോവുള്ളൂ, അതിൽ കൂടുതൽ പോവില്ല. സോ അത്തരം കോളിംഗ് പോപ്പുലേഷൻ നമ്മൾ ഫൈനൈറ്റ് കോളിംഗ് പോപ്പുലേഷൻ എന്ന് പറയും. അതേ സമയത്ത് മാളുകളിലൊക്കെ നിൽക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, അതിനെ ഇൻഫിനിറ്റ് കോളിംഗ് പോപ്പുലേഷൻ എന്ന് പറയും. ഇനി പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറൈവൽ റേറ്റ് ആണ്. അറൈവൽ റേറ്റ്, ഈ സൈൻ ആണ് അറൈവൽ റേറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സൈൻ. ദിസ് ഇസ് കോൾഡ് ലാംഡ. ലാംഡ എന്നാണ് ഇതിനെ പറയുന്നത്. അറൈവൽ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് അറ്റ് വിച്ച് ദ കസ്റ്റമേഴ്സ് അറൈവ് അറ്റ് സർവീസ് സ്റ്റേഷൻ. ഈ സർവീസ് സ്റ്റേഷനിലേക്ക്, ഈ ക്യൂ സിസ്റ്റത്തിലേക്ക് ഒരു മിനിറ്റിൽ എത്ര പേര് കയറി വരുന്നു എന്നുള്ളതിനെയാണ്, ആ റേറ്റിനെയാണ് അറൈവൽ റേറ്റ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര പേര് ക്യൂവിലേക്ക് കയറി വരുന്നുണ്ട് അതിനെയാണ് അറൈവൽ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് സർവീസ് റേറ്റ്. സർവീസ് റേറ്റ് എന്ന് പറയുന്നത് ഈ സൈൻ ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് മ്യൂ എന്നാണ് ഇതിനെ പറയുന്നത്. സർവീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ദാറ്റ് ക്യാൻ ബി സർവ്ഡ് ബൈ ദ സിസ്റ്റം ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ മിനിറ്റിൽ എത്ര പേർക്ക് സർവീസ് കൊടുക്കാൻ കഴിയുന്നുണ്ട് ആ സിസ്റ്റത്തിന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാഷ് കൗണ്ടറിൽ നിൽക്കുന്ന കുട്ടിക്ക് ഒരു മിനിറ്റിൽ എത്ര കസ്റ്റമേഴ്സിന്റെ ബില്ല് അടിക്കാൻ കഴിയുന്നുണ്ട് അതിനെയാണ് സർവീസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അറൈവൽ റേറ്റ് എന്ന് പറയുന്നത് ആ കൗണ്ടറിലേക്ക് എത്ര പേര് ഒരു മിനിറ്റിൽ വരുന്നുണ്ട്. അറൈവൽ റേറ്റ് ഫോളോസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അറൈവൽ റേറ്റ് ഫോളോ ചെയ്യുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്, എന്നാൽ സർവീസ് റേറ്റ് ഫോളോ ചെയ്യുന്ന എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുകളാണ്. അപ്പോൾ എന്താണ് അറൈവൽ റേറ്റ് എന്നുള്ളതും എന്താണ് സർവീസ് റേറ്റ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. അറൈവൽ റേറ്റ് എന്ന് പറയുന്നത്
ഒരു സിസ്റ്റത്തിലേക്ക്, ഒരു ക്യൂവിങ് സിസ്റ്റത്തിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം ഓൺ ആൻ ആവറേജ് ഒരു മിനിറ്റിൽ എത്ര പേര് വരുന്നുണ്ട്, അതിനെയാണ് അറൈവൽ റേറ്റ് എന്ന് പറയുന്നത്. അത് കൂടുന്നതനുസരിച്ചിട്ട് ക്യൂവിന്റെ നീളം കൂടും. സർവീസ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സർവീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്ര പേർക്ക് സർവീസ് കൊടുക്കാൻ കഴിയുന്നുണ്ട്, കൗണ്ടറിൽ നിൽക്കുന്ന കുട്ടിക്ക് എത്ര പേർക്ക് സർവീസ് കൊടുക്കാൻ കഴിയുന്നുണ്ട്, അതാണ് സർവീസ് റേറ്റ് എന്ന് പറയുന്നത്. അത് കൂടുന്നതനുസരിച്ച്, സർവീസ് റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കപ്പാസിറ്റി, സർവീസ് കൊടുക്കുന്ന വ്യക്തിക്ക്, ആ കാഷിൽ ഇരിക്കുന്ന കുട്ടിക്ക് വളരെ പെട്ടെന്ന് ബില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ കുട്ടിയുടെ സർവീസ് റേറ്റ് കൂടുതലായിരിക്കും. ഒരു മിനിറ്റിൽ ആ കുട്ടിക്ക് 2-3 കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അപ്പൊ സർവീസ് റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ക്യൂവിന്റെ ലൈനിന്റെ നീളം കുറയും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ആയിട്ട് ക്യൂവിങ് അനാലിസിസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.